പ്രതിപക്ഷത്തിന്റെ ഒരു കുതന്ത്രത്തിനും LDFന്റെ അടിത്തറ ഇളക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കി കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ LDFന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കാം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ വോട്ടുകൾ ഭദ്രമാണെന്ന് പല സൂചനകൾ കാണിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. രമ്യ ഹരിദാസിനെ ഇറക്കിയിട്ടും ചേലക്കരയിലെ ജനങ്ങൾ LDFനൊപ്പമാണ് നിന്നത്. UR പ്രദീപിന്റെ ലീഡ് വ്യക്തമായപ്പോഴേക്കും രമ്യ ഹരിദാസിന്റെ തോൽവിയും ഏറെക്കുറെ തെളിഞ്ഞു കഴിഞ്ഞിരുന്നു. 13 റൗണ്ടുകളിലായി നടന്ന വോട്ടെണ്ണലിൽ ഒന്നിൽ മാത്രമാണ് UDFിലെ രമ്യ ഹരിദാസിന് ലീഡ് ചെയ്യാനായുള്ളൂ. ഒരു റൗണ്ടിലാകട്ടെ മണ്ഡലത്തിൽ വലിയ ശക്തിയില്ലാത്ത BJPക്കും താഴെയായി കോൺഗ്രസിന്റെ സ്ഥാനം. ചേലക്കര, ദേശമംഗലം, കൊണ്ടാഴി, മുള്ളൂർക്കര പഞ്ചായത്തുകളിൽ കോൺഗ്രസ് നിർണായക ശക്തിയായെന്ന വാചകമടിക്ക് മറുപടിയായി ഈ തിരിച്ചടി. 2021 തെരഞ്ഞെടുപ്പിൽ K രാധാകൃഷ്ണൻ പിടിച്ച 39,400 വോട്ടുകൾ എന്ന ഭൂരിപക്ഷത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പിൽ എത്തുക സാധ്യമാണെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. അന്ന് സംസ്ഥാനത്ത് വ്യക്തമായ ഇടതുപക്ഷ തരംഗം ദൃശ്യമായിരുന്നു. മണ്ഡലത്തിലെ ഏറ്റവും ജനകീയനായ K രാധാകൃഷ്ണന്റെ സാന്നിധ്യം കൂടിയായപ്പോൾ ആ മഹാഭൂരിപക്ഷത്തിലേക്ക് എത്തിയതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം 5000 വോട്ടുകളായിരുന്നു. എന്നാൽ UR പ്രദീപിന്റെ ജനകീയതയും ഭരണവിരുദ്ധ പ്രചാരണങ്ങൾ ജനങ്ങൾ പരിഗണിക്കാതിരുന്നതും വോട്ടിംഗിൽ പ്രകടമായി. 2016 UR പ്രദീപ് നേടിയതിനും അപ്പുറത്തുള്ള ഭൂരിപക്ഷം നേടാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞതോടെ സർക്കാരിനും ഇടതുപക്ഷത്തിനും ഒപ്പം തന്നെയാണ് സാധാരണ ജനങ്ങൾ എന്ന ബോധ്യത്തിന് അടിവരയിട്ടു. പാലക്കാട് ഡോക്ടർ P സരിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയ നീക്കവും ഇടതുപക്ഷത്തിന് ഗുണമാണ് ചെയ്തത്. വിജയലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും 2000 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് BJPയുമായി ഉള്ളത്. അവസാനത്തെ 4 റൗണ്ടുകളിൽ 3ലും LDF മുന്നിട്ട് നിന്നു. BJP ആകട്ടെ 2 റൗണ്ടിലാണ് മുന്നിട്ട് നിന്നത്, ആദ്യത്തെയും 5ാമത്തെയും. ചേലക്കരയിലെ വിജയവും പാലക്കാട്ട് വോട്ട് വർധനയും ഇടത് സംഘടനാ സംവിധാനത്തിന്റെ നേട്ടവും ഭരണത്തിലുള്ള അംഗീകാരവുമായി വിലയിരുത്താം. ശക്തമായ ത്രികോണ മത്സരം എന്ന നിലയിലേക്ക് പാലക്കാടിനെ എത്തിക്കാൻ ഡോക്ടർ P സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് സാധിച്ചു. ഏറെക്കാലമായി 3ാം സ്ഥാനത്ത് നിന്ന മണ്ഡലത്തിൽ വോട്ട് ഇത്തവണ കൂടുതൽ ലഭിച്ചു. E ശ്രീധരൻ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ BJPക്ക് അധികമായി ലഭിച്ച 6%-ലധികം വോട്ട് ഒന്നായി ഇടിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ 2016 നേടിയ വോട്ട് പോലും നേടാൻ C കൃഷ്ണകുമാറിന് സാധിച്ചില്ല. പാലക്കാട് നഗരസഭയിലെ കൽപ്പാത്തി അടങ്ങുന്ന 1ാം റൗണ്ടിലും BJPയുടെ കാലാകാലങ്ങളുടെ ശക്തികേന്ദ്രമായ മുത്താന്തറ പ്രദേശം അടങ്ങുന്ന 5ാം റൗണ്ടിലും മാത്രമാണ് BJP മുന്നിലെത്തിയത്. പിരായിരി, മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിൽ 3ാം സ്ഥാനത്തേക്കും തള്ളപ്പെട്ടു. ഇത് കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കുഴപ്പമാണെന്നും ശോഭാ സുരേന്ദ്രനെ അവഗണിച്ചതിന്റെ പ്രതിസന്ധിയാണെന്നും K സുരേന്ദ്രൻ ഗ്രൂപ്പിനോടുള്ള എതിർപ്പാണെന്നും BJPക്കുള്ളിൽ തന്നെ വിവാദം തുടങ്ങിയിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി E ശ്രീധരൻ നേടിയത് 50,220 വോട്ടുകൾ ആണെങ്കിൽ ഇത്തവണ C കൃഷ്ണകുമാറിന് സമാഹരിക്കാനായത് 39,549 വോട്ട് മാത്രമാണ്. 10,671 വോട്ടുകളാണ് നഷ്ടപ്പെട്ടത്. വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോയി എന്ന യാഥാർത്ഥ്യം K സുരേന്ദ്രൻ അടക്കം സംസ്ഥാന നേതാക്കളുടെ മുന്നിൽ ചോദ്യചിഹ്നമായി തുടരും. ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായ വിധിയെഴുത്താകുമോ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. കേരള രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ് എന്നതിന് വ്യക്തമായി നൽകുന്ന തെരഞ്ഞെടുപ്പ് വിജയമാണ് ചേലക്കരയിലേത്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പും കേരളത്തിലെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിർണായക ചുമതല നിർവഹിക്കാനാകുമെന്ന് തന്നെയാണ് ചേലക്കര തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്.